ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനമായും 3 രീതിയിലാണ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നത്. ഒന്നാമതായി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഓൺലൈനായി അപേക്ഷ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു TCR നമ്പർ കിട്ടും. അതുമായി 7 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ പോയി ഒറിജിനൽ ആധാറും പാൻ കാർഡും കാണിച്ച് KYC വെരിഫൈ ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. രണ്ടാമതായി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈൻ വഴി വീഡിയോ KYC വഴി നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇത്തരത്തിൽ NRI അക്കൗണ്ടും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവ രണ്ടും നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഒറിജിനൽ പാൻ കാർഡും ആധാർ കാർഡും അവയുടെ ഓരോ കോപ്പിയും 2 ഫോട്ടോയുമായി ബാങ്കിൽ പോയാൽ അപ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നതിന് മുൻപായി ബാങ്കിംഗ് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാഷണൽ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് ഇത്. ഇവിടെ ആണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് 2 രീതിയിൽ വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അല്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിട്ട് അവിടെ നിന്നും ലിങ്കിലേക്ക് ഈ വെബ്സൈറ്റിലേക്ക് നേരിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ മുകളിൽ ഇടത് സൈഡ് ഒരു 3 വര കാണാം. ഞാനിത് ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ഓപ്ഷൻസുകൾ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സേവിങ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സേവിങ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു വെബ്സൈറ്റിലേക്ക് വീണ്ടും നമ്മൾ എത്തിച്ചേരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്ലിക്ക് ടു ഓപ്പൺ ദ ഓൺലൈൻ സേവിങ് അക്കൗണ്ട് വിത്തൗട്ട് ഇ-സൈൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അതായത് നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രാഞ്ച് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യുക, സെലക്ട് ബ്രാഞ്ച്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ NRI കസ്റ്റമർ ആണോ അതോ നമ്മൾ കേരളത്തിൽ മാത്രമുള്ള, നമ്മൾ ഇന്ത്യയിൽ മാത്രമുള്ളൊരു അക്കൗണ്ടാണോ ആവശ്യമെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് NRI എന്ന് പറഞ്ഞ അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കസ്റ്റമറാണ് എങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ ആധാറിലും പാൻ കാർഡിലും ഒക്കെ ഉള്ള നമ്മളെ ഒറിജിനൽ നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ബാങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആധാറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതേപോലെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു TCR നമ്പർ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ TCR നമ്പർ വെച്ചിട്ട് നമുക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ല എങ്കിൽ നിങ്ങൾ പിന്നീടാണ് ഇത് മെസ്സേജ് വഴി നിങ്ങൾക്ക് ഈ TCR നമ്പർ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ TCR ഇവിടെ ക്ലിക്കർ എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ TCR നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ക്യാപ്ച കോഡ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ട് ഒരു 3 സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ ആധാർ, പാൻ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. വരുന്ന നമ്മൾ അഡ്രസ്സ്, നമ്മുടെ നോമിനി അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം 7 ദിവസത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാങ്കിലേക്ക് പോവുക. ബാങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ പോയിട്ട് നമ്മുടെ ഒറിജിനൽ ആധാറും പാൻ കാർഡും അവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായി ഓപ്പൺ ആവും. ഇനി നമുക്ക് വീഡിയോ KYC വഴി, അതായത് നമുക്ക് ബാങ്കിൽ നേരിട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് വീഡിയോ KYC വഴി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ നേരത്തെ വന്ന അതേ വെബ്സൈറ്റിൽ വരിക. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്നിട്ട് നമുക്കിത് ഇവിടെ
3 ഡോട്ട് കാണാം. 3 ഡോട്ടല്ല 3 വര. ഏറ്റവും മുകളിൽ ഇടത് സൈഡ് മെനു ബാർ. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചധികം ഓപ്ഷൻസുകൾ കാണും. ഇവിടെ ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ സേവിങ് അക്കൗണ്ട് വിത്ത് വീഡിയോ KYC എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ OTP വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. അതായത് ആധാറുമായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ വരുള്ളൂ. ഇമെയിൽ ID വേണം. പിന്നെ വരുന്നത് ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് OTP വരുന്നതായിരിക്കണം. നമുക്ക് SMS പോലുള്ള ബാലൻസ് ഉണ്ടാവണം. ഒറിജിനൽ പാൻ കാർഡ് ഉണ്ടാവണം. ഒറിജിനൽ ആധാർ കയ്യിൽ വെച്ചിരിക്കണം. അതുപോലെ ഒരു വെള്ള പേപ്പറിൽ നമ്മൾ ഒരു നീല മഷിയോ ബ്ലാക്ക് പെന്നോ ഇട്ടിട്ട് ഒരു സിഗ്നേച്ചർ നമ്മുടെ ഒപ്പ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒറിജിനലായിട്ടുള്ളതിൻ്റെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ എടുത്ത് പ്രൂഫ് ആധാറിൻ്റെ പാൻ കാർഡിൻ്റെയും. ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ ഇതിനൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ അപ്ലൈ സേവിങ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 അക്കൗണ്ടുകളാണ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഉന്നതി സേവിങ് അക്കൗണ്ട്, ഒന്ന് പവർ സേവിങ് അക്കൗണ്ടും. രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. രണ്ടും 0 ബാലൻസ് അക്കൗണ്ടാണ്. പക്ഷേ നമുക്കിവിടെ ആവറേജ് ബാലൻസ് വേണം. എന്താണ് ആവറേജ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ മിനിമം 2000 രൂപ സിറ്റിയിലുള്ളവരാണെങ്കിൽ, റൂറൽ പ്രദേശത്തൊക്കെ ഉള്ള ഗ്രാമപ്രദേശത്താണെങ്കിൽ 500, നമ്മളൊരു മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ മെട്രോ വലിയ നഗരങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ 2000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ആവറേജ് ഉണ്ടാവണം. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 5000 രൂപയുണ്ട്. നമ്മൾ പെട്ടെന്ന് 5000 രൂപ പിൻവലിച്ചു, 0 ബാലൻസായി എന്ന് പറഞ്ഞ് നമുക്ക് ചാർജ് വരില്ല. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ആ 2000, ഒരു മാസമല്ല, ക്വാർട്ടർലി ആവറേജ് ബാലൻസ്, അതായത് 4 മാസത്തിനുള്ളിൽ നമുക്ക് ഈ 2000 രൂപ ആവറേജ് കീപ്പ് ചെയ്തിരിക്കുക. 500 രൂപ. അതല്ലാതെ മിനിമം ബാലൻസ് നമുക്ക് 0 ബാലൻസ് ആയിപ്പോയി, നമ്മൾ 2000 ഇട്ടത് ഇവിടെ എടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് ചാർജൊന്നും വരില്ല. എന്നാൽ 4 മാസത്തിൽ ആവറേജ് ആയിട്ട് ഈ പൈസ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ATM കാർഡ് കിട്ടും, 25 ഫ്രീ ചെക്ക് ലീഫ് കിട്ടും, അതുപോലെ 5 ലക്ഷം രൂപ കസ്റ്റമർ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കിട്ടും, ഫ്രീ NEFT RTGS വഴി നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്സസ് കിട്ടും, PNB ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത് പവർ സേവിങ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആവറേജ് ക്വാർട്ടർലി ബാലൻസ് തന്നെയാണ്, ഇത് സെയിം തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്ന കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുപ്പേ കാർഡാണ്, റുപ്പേ പ്ലാറ്റിനം കാർഡ്. നമ്മൾ ഉന്നതി എന്ന് പറഞ്ഞ അക്കൗണ്ടിലാണെങ്കിൽ നമുക്ക് വിസ കാർഡ് ലഭിക്കും. പിന്നെ 50 ചെക്ക് ലീഫ് കിട്ടും, 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പിന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലോണ്, വെഹിക്കിൾ ലോണ്, പേഴ്സണൽ ലോണൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് 1 രൂപ പോലും അവർ വാങ്ങില്ല. നോ ഡോക്യുമെൻറ്റ്സ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണാം. അപ്പോൾ അതൊരു വലിയ ലോണൊക്കെ എടുക്കാമെന്നുള്ളവർക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫ്രീ NEFT SMS EML ആർട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് പെർ മന്ത് 10,000 രൂപ ആൾസോ ഫ്രീ. ഇത്രയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതുപോലെ നമുക്ക് 1 ലക്ഷം രൂപ നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും, കാർഡ് ഉപയോഗിച്ച് നമുക്ക് പിൻവലിക്കാം. അതുപോലെ 10,000 രൂപ വരെ 1 ഇയർ മൾട്ടിപ്പിൾ സ്വൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് അക്കൗണ്ട് വേണോ നിങ്ങൾക്ക് ആവശ്യം, അത് രണ്ടും നിങ്ങൾക്ക് ഓൺലൈൻ വീഡിയോ KYC വഴി തുറക്കാം. വീഡിയോ KYC വഴി തുറക്കുന്നതിന് നമുക്കിത് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലൊരു കുറച്ച് കാര്യം വരും. അതായത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഞാനിതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മലയാളത്തിൽ കാണിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സേവിങ് അക്കൗണ്ട് തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ KYCയിലൂടെ ഈ ചാനലിലൂടെ അക്കൗണ്ട് തുറക്കുന്ന വ്യക്തിഗത അക്കൗണ്ടിന് വേണ്ടി മാത്രമാണ്. ഞാൻ 18 വയസ്സുകാരനും ഇന്ത്യയിലുള്ള ഒരാളാണെന്ന് സ്ഥിരീകരിക്കുന്നു. രാഷ്ട്രീയ വ്യക്തി അങ്ങനെയുള്ള ആളൊന്നുമല്ല. എൻ്റെ നികുതി രാജ്യം ഇന്ത്യയാണ്. ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിലവിലുള്ള ഉപഭോക്താവല്ല. അതായത് വേറെ അക്കൗണ്ടുകളൊന്നും എനിക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിലില്ല. അതുപോലെ മറ്റേതെങ്കിലും ബ്രാഞ്ചിൽ, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മറ്റേതെങ്കിലും ബ്രാഞ്ചിൽ ഡെപ്പോസിറ്റോ ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല.
ഇങ്ങനെയുള്ള പാൻ വിശദാംശങ്ങളെല്ലാം ഞാൻ ഈ അക്കൗണ്ട് വീഡിയോ KYC ചെയ്യാൻ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഇത്ര ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എഗ്രി ചെയ്യുക. ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം 2-3 സ്റ്റെപ്പാണുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ടൈപ്പ് ചെയ്ത് നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർന്ന് നമ്മുടെ ആധാർ പാൻ കാർഡ് വെരിഫൈ ചെയ്ത് വീഡിയോ KYC ചെയ്ത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ചിലർക്കൊന്നും ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച മാതൃകയെ നിങ്ങൾ ചെയ്യുക. അതായത് വെബ്സൈറ്റിലേക്ക് വന്ന് നമുക്ക് ഒഫീഷ്യൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് നമ്മൾ വീഡിയോ KYC ചെയ്യാതെ നമുക്ക് അല്ലാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അതായത് സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ വരിക. ഈ സൈറ്റിൽ വന്നിട്ട് നമ്മൾ ഇത്രയും അതായത് അക്കൗണ്ട് ആദ്യം കാണിച്ച രീതിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ പോയി വീഡിയോ KYC ചെയ്യുന്നതിനും നേരിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഈ 2 രീതിയും കഴിയുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങളുടെ അടുത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോവുക. അവിടെ പോയിട്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറയുക. അപ്പോൾ ഒരു ആധാറിൻ്റെയും പാൻ കാർഡിൻ്റെയും ഓരോ കോപ്പിയും 2 ഫോട്ടോയും നിങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. 2-3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അക്കൗണ്ട് ആക്റ്റീവ് ആവുകയും ATM കാർഡ് ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നിങ്ങൾക്ക് 3 രീതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 3 രീതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.